ഇന്നത്തെ ഡിഷ് എമിറാത്തി ട്രഡീഷണൽ ഫുഡായ ലുക്കൈമാത്ത് ആണ്. ഇനി നമുക്ക് ലുക്കൈമാത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ബോൾസ് ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ, അതൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മതി. ഇനി യോഗട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം. അതിപ്പോൾ നമ്മൾ വെള്ളം ബാറ്റർ ഒഴിക്കുമ്പോഴത്തേക്കും ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ടാണ് വെള്ളം ആഡ് ചെയ്യേണ്ടത്. പിന്നെ ഈസ്റ്റും പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഈസ്റ്റും പഞ്ചസാരയും ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നത്. ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ള എള്ള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ മിക്സ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് മൈദ ബൗളിലേക്ക് ആഡ് ചെയ്തു. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്തു. ഈ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത് നമ്മുടെ ബോൾസ് ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. ഈസ്റ്റും പഞ്ചസാരയും ചെറിയൊരു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ യോഗട്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത യോഗട്ടിൽ ഒട്ടും ലിക്വിഡ് കണ്ടൻറ് ഇല്ല. ഇനിയിപ്പോൾ ലിക്വിഡ് കണ്ടൻറ് ഉള്ള യോഗട്ട് ആണെങ്കിൽ ആ ലിക്വിഡ് കണ്ടൻറ് ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ആ തൈര് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്താലും മതി. ഇനി ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഇതിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഫുള്ള് ബാറ്റർ നല്ലപോലെ മിക്സ് ആവുന്ന പോലെ നമുക്കൊന്ന് നല്ലപോലെ കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ടത് ഒരു തിക്ക് ബാറ്ററാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്കിപ്പോൾ കൈ വെച്ച് ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്റർ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് കട്ടയൊന്നും ഇല്ലാതെ എല്ലാ പോർഷനും മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം ഞാനൊരു 2 hours റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 2 hours റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും ഈ ബാറ്റർ നല്ലപോലെ ഒന്ന് പൊങ്ങി വരും. ഇനി ബാറ്ററി റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് നമുക്ക് ഡേറ്റ് സിറപ്പ് ഉണ്ടാക്കാം. അപ്പം ഡേറ്റ് സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 10-12 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സിൻ്റെ എല്ലാം കുരു കളഞ്ഞിട്ട് നമുക്കൊരു പാനിലേക്ക് ഇടാം. നോർമലി നമ്മൾ ലുക്കൈമാത്തിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് ഡേറ്റ് സിറപ്പോ ഷുഗർ സിറപ്പോ ഹണിയോ ആണ്. ഇനിയിപ്പോൾ ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് ഷുഗറും കുറച്ച് ലെമൺ ജ്യൂസും ഒരു 2-3 തരി സാഫ്രൺ കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ, സാഫ്രൺ ഓപ്ഷണലാണ്, എന്നിട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്താലും മതി. ഇനി ഈ ഡേറ്റ്സ് എല്ലാം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ഡേറ്റ്സ് നമുക്ക് ഫ്ലെയിമിലേക്ക് വെക്കാം. നല്ലപോലെ ഒന്ന് തിളയ്ക്കണം, അതായത് ഡേറ്റ്സ് എല്ലാം ബോയിൽ ചെയ്ത് വരണം. നല്ലപോലെ ബോയിൽ ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ക്ലോത്ത് യൂസ് ചെയ്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. ക്ലോത്ത് യൂസ് ചെയ്ത് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം നല്ലതായിട്ട് റിഫൈൻ ആയിട്ട് വരും. ഇപ്പോൾ ഡേറ്റ് സിറപ്പ് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാനിലേക്ക് വെച്ച് ഒന്നും കൂടി നല്ല തിക്കാക്കി എടുക്കണം. ഇതിൽ നമുക്ക് വേറെ ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം ഈ ഡേറ്റ് സിറപ്പിന് തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇപ്പൊ നല്ലപോലെ ഒന്ന് തിളച്ചു വരുന്നുണ്ട്. ഇനി ഡേറ്റ് സിറപ്പ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം.
തണുക്കുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. ബാറ്റർ നമുക്കിനി തുറന്ന് നോക്കാം. ബാറ്റർ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ചെറിയ എയർ ബബിൾസ് ഒക്കെ കാണുന്നുണ്ട്. ഒരു സ്പൂൺ ഇട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ തിക്നെസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സ്പൂണിൽ കോരിയിട്ട് നമ്മളിങ്ങനെ ഇട്ട് നോക്കുമ്പോൾ അതൊരു കറക്റ്റ് ബോൾ പോലെ വീഴുന്ന ഒരു പരുവത്തിനാണ്. ഇനി നമുക്ക് എണ്ണ ചൂടാവാൻ വെക്കാം. ബാറ്റർ ഞാനിവിടെ 2 സ്പൂണിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇടുന്നത്. അപ്പോൾ ഒരു സ്പൂണിൽ ബാറ്റർ എടുത്തിട്ട് മറ്റേ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിടും. അപ്പോൾ കറക്റ്റ് ബോൾസ് ആയിട്ട് തന്നെ വരും. മീഡിയം ഫ്ലെയിമിലാണ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉള്ളെല്ലാം കറക്റ്റായിട്ട് വെന്ത് വരും. അപ്പോൾ എണ്ണയിലിടുമ്പോൾ തന്നെ ബോൾസ് ഒന്ന് ക്രിസ്പി ആയിട്ട് നല്ല ബോൾസ് ആയിട്ട് പൊങ്ങി വരാൻ തുടങ്ങും. നമ്മുടെ ലുക്കൈമാത്തിൻ്റെ എല്ലാ ബോൾസും ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ലുക്കൈമാത്തിൻ്റെ ബോൾസ് നമ്മളൊന്ന് കയ്യിലെടുത്ത് നോക്കുമ്പോൾ അറിയാം നല്ല ക്രിസ്പി സോഫ്റ്റ് ബോൾസ് ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഡേറ്റ് സിറപ്പ് ഒഴിക്കാം. ഡേറ്റ് സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് എള്ള് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ലുക്കൈമാത്തിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. തണുത്ത് കഴിയുമ്പം ഈ ലുക്കൈമാത്തിൻ്റെ ബോൾസ് ഒന്ന് സോഫ്റ്റ് ആയി പോവും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് എമറാത്തി ഡിഷാണ് ലുക്കൈമാത്ത്.